ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസങ്ങൾ ഇങ്ങനെ ഓടിപ്പോവാന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് ചെയ്തിട്ട് ഇന്നലെ ചെയ്ത ഒരു ഫീലാണ് നിൽക്കുന്നത്. ഒരാഴ്ചയായി എന്നുള്ളത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. എനിവേ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. ഫസ്റ്റ് ഇച്ചിരി സങ്കടമുള്ള ഒരു ന്യൂസാണ്. നോക്കിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു പക്ഷേ ഇവിടെ അവസാനിക്കാം. ഇനി ആ ഒരു പേരിൽ ഫോൺ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. HMD എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറിലാണ് ഇപ്പോൾ നോക്കിയ ബ്രാൻഡ് നിൽക്കുന്നത്. അവരുടെ സ്വന്തം പേരിലുള്ള ഫോണുകൾ ഇറക്കാനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത്. അത്തരത്തിലുള്ള കുറച്ച് ടീസറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. HMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സോ നോക്കിയ എന്ന് പറയുന്ന ആ ഒരു ഫോണിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പതനമായിരിക്കാം ഇത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ. ഇനി മറ്റൊരു ന്യൂസ് കൂടെ വരുന്നുണ്ട്. ഈ ഒരു HMD എന്ന് പറയുന്ന ആ ഒരു മോഡലുകൾ ഓൺലൈനും നോക്കിയ എന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും എന്നാണ് മറ്റൊരു ന്യൂസ് പറയുന്നത്. എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ആ നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡ് 2026 വരെ ആ ഒരു പേര് HMDക്ക് സ്വന്തമാണ്. സോ 2026 വരെ ഒരു പക്ഷേ ആ ഒരു നോക്കിയ എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കാം. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വരുന്ന MWCയിൽ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം റിവീൽ ആയിരിക്കുന്നതായിരിക്കും. MWCനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ന്യൂസ് ടെക് ആ ഒരു ന്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MWC നടക്കാൻ പോകുന്നത് മെയ് 2024 ആണ് എന്നുള്ളത്. അതൊരു തെറ്റായ ന്യൂസാണ്. മെയ്യിലല്ല, ഈ മാസം ഫെബ്രുവരി 2024, 26, 27, 28 ആ ഒരു ദിവസങ്ങളിലാണ് നടക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇവൻറ്റിലായിരിക്കും നമ്മളുടെ നത്തിങ് ഫോൺ 2A ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഒരു ടീസറൊക്കെ അവരുടെ ഒഫീഷ്യൽസ് അങ്ങനെ ഒരു വലിയൊരു ഡിസ്കഷൻ അതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. സോ ആ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരിക്കും. Dimensity 7200 എന്ന് പറയുന്ന പ്രോസസ്സർ ആയിരിക്കും. എന്തോ അത് ഇച്ചിരി മോശമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്നാപ്ഡ്രാഗൺ ഉള്ളപ്പോൾ ഡിമെൻസിറ്റിയിലേക്ക് പോകണ്ടായിരുന്നു. എനിവേ, 8GB 12GB റാം വേരിയൻറ്റും 128GB 256GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന ഇങ്ങനെ 2 വേരിയൻറ്റിലായിരിക്കും ഈ നത്തിങ് ഫോൺ 2A വരിക. എനിക്ക് തോന്നുന്നു 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 29,999 രൂപയും അടുത്തതിനൊരു 2,000 രൂപ കൂട്ടിയിട്ട് 32,000 രൂപയ്ക്ക് ഇറക്കാനുള്ള ഒരു സാധ്യത എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഫോസിൽ എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് സ്മാർട്ട് വാച്ചുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ ഒഫീഷ്യലി പറയുന്നത്. സോ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള വാച്ചുകൾക്കെല്ലാം വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും വർഷങ്ങളിലൂടെ കിട്ടും. പക്ഷെ ഒരു പുതിയ പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് ഇനി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അവരുടെ ലാസ്റ്റ് വാച്ച് ജനറേഷൻ 6 ആയിരുന്നു. ഇനി അടുത്തൊരു ജനറേഷൻ ആരും എക്സ്പെക്ട് ചെയ്യേണ്ട. ഇൻഫിനിക്സ് സ്മാർട്ട് 8 Pro എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിട്ടുണ്ട്. 6.6 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഹീലിയോ G36 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 7,500 രൂപയാണ്. സോ അത്ര നല്ലൊരു സ്പെക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു ഇൻഫിനിക്സ് ഫോൺ നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്രമാത്രം. റിയൽമി 12 Pro സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും എൻ്റെ ഒരു തോട്ടൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 12 Pro Plusന് 30,000 രൂപ, 12 Proക്ക് 26,000 രൂപ. ആ ഒരു റേഞ്ചിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ, ഞാൻ എന്തായാലും ആ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓവറോൾ എനിക്ക് ആ ഒരു ഫോണും അതിൻ്റെ ഒന്നും തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. സോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. റിയൽമി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഗാലക്സി AI വരുന്ന ആ ഒരു ഫീച്ചർ ഗൂഗിൾ ഫോണുകളിൽ, അതായത് ഗൂഗിൾ പിക്സൽ 8ലും 8 Proയിലും ഇപ്പോൾ അത് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് 8 Proയിലും 8ലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഗൂഗിൾ പറഞ്ഞത് പ്രകാരം ആ ഒരു ഫീച്ചർ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും കിട്ടും എന്നുള്ളതാണ്. എനിവേ, ആ ഒരു ഫീച്ചർ മറ്റെല്ലാ ഫോണുകളിലോട്ടും വരാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. മേ ബി ഈ ഒരു വർഷം മുഴുവനായിട്ട് അത് പിക്സലിനും സാംസങ്ങിനും എക്സ്ക്ലൂസീവായിട്ട് അതന്നെ റിമൈൻ ചെയ്യാനാണ് സാധ്യത എന്നും പറയപ്പെടുന്നു. എനിവേ, കാത്തിരുന്ന് കാണാം. എന്തായാലും പിക്സൽ ഫോണുകൾക്ക് ആ ഒരു സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു AI ഫീച്ചർ വന്നിട്ടുണ്ട്. നത്തിങ് ഫോൺ 1 ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആൻഡ്രോയിഡ് 14 സ്റ്റേബിൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത്
അവൈലബിൾ ആയിരിക്കും. അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായമായിരിക്കും ആസ് യൂഷ്വൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ചെയ്താൽ മതി. ഒന്നുകിൽ പെർഫോമൻസ് ഡ്രോപ്പ് വന്നേക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ ബോർഡിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാനുള്ള സാധ്യത ഉണ്ട്. സോ ഒരു 2 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗാലക്സി ഫിറ്റ് 3 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ബാൻഡ് സാംസങ്ങിൻ്റെ കയ്യിൽ നിന്ന് വരാനായിട്ട് പോകുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫിറ്റ് 2 ഇറങ്ങിയത് 2020-ലാണ്. സോ 3 കൊല്ലം കഴിഞ്ഞു, 4 കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ അടുത്തൊരു വേർഷൻ വരുന്നത്. ഇത് എത്ര പേര് ഇത് ഉപയോഗിക്കും എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ ഒരു സൈസ് നോക്കുമ്പോൾ വാച്ചിൻ്റെ അത്ര തന്നെ സൈസ് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അത്ര ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കിതിൽ ബിൽറ്റ് ഇൻ GPS കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 1.6 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ മിസ്സിംഗ് ആണ്. കോള്, നോട്ടിഫിക്കേഷൻ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ കോള് അങ്ങോട്ട് ബ്ലൂടൂത്ത് കോളിങ്ങോ അത്തരത്തിലുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. മുടിഞ്ഞ വിലയും ഉണ്ടായിരിക്കും. എന്തായാലും ഒരു 5000, 6000, 7000 രൂപയൊക്കെ വരെ ഇത് സാംസങ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു പ്രൈസിന് എന്തായാലും നോർമൽ സ്മാർട്ട് വാച്ച് എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ ഇത്തരം പ്രൊഡക്റ്റ് നോക്കിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നോക്കാം. ടെക്നോ സ്പാർക്ക് 20 എന്ന് പറയുന്ന ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 2 മുതൽ, അതായത് മിനിഞ്ഞാന്ന് മുതൽ ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഹീലിയോ G85 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 6.5 ഇഞ്ച് വരുന്ന ഒരു HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. 8 GB 256 GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന്റെ പ്രൈസ് 10500 രൂപയാണ്. സോ ഒരു ടെക്നോ ഫോൺ കാത്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അതേപോലെ ഫെബ്രുവരി 2 മുതൽ തന്നെ ആപ്പിളിന്റെ വിഷൻ പ്രോ അമേരിക്കയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ 2 ലക്ഷത്തിന് മുകളിൽ യൂണിറ്റുകളാണ് അവർ വിറ്റിട്ടുള്ളത്. ഇനിയും പ്രീ ഓർഡറുകൾ കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. സോ നല്ലൊരു റിസപ്ഷനാണ് അമേരിക്കയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നത് എന്നാണ് മൊത്തത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ നോക്കുമ്പോൾ കുറേ പോരായ്മകൾ ഇതിന് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ. എനിവേ അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരുപാട് ടെക്നോളജി മുന്നോട്ട് പോയതായുള്ള ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് ആ ട്രെയിലർ കാണുമ്പോൾ. നല്ലൊരു ട്രെയിലറായിരുന്നു അത്. പക്ഷേ കുറേ ലിമിറ്റേഷൻസ് ഈ ഒരു VR ഹെഡ്സെറ്റിന് ഉണ്ട്. എനിവേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ എന്തായാലും ഒരു 3-3.5 ലക്ഷം രൂപ ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബാക്കി അതേപോലെ IQ Neo 9 Pro എന്നോട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ആളുകളോട് ഞാൻ ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്ത് ഈ ഒരു ഫോൺ എടുത്തോളാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. ഇതിൻ്റെ ഒരു പ്രീ ഓർഡർ 8 മുതൽ, ഈ മാസം 8 മുതൽ ആമസോണിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രീ ബുക്കിംഗ് ബെനിഫിറ്റ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് 22 പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. 1000 രൂപ കൊടുക്കുക, പ്രീ ബുക്ക് ചെയ്യുക, അത്രമാത്രം. 22 ഇതിൻ്റെ സെയിൽ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറാണ് വരുന്നത്. എന്തോ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ, നല്ലൊരു ഫോണാകും എന്ന് തന്നെയാണ്. ഞാൻ ഈ ഒരു ഫോൺ എന്തായാലും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അൺബോക്സിങ്ങും ഇനീഷ്യൽ റിവ്യൂ, ഓവറോൾ റിവ്യൂ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മൊത്തത്തിൽ IQ ആ ഒരു നിയോ സീരീസുകൾ വളരെ പ്രോമിസിങ് ആണ്. ഇതും ആ ഒരു കാറ്റഗറിയിലോട്ട് തന്നെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആപ്പിൾ ഫോൾഡബിൾ ഫോണുകൾ 2026-ലോ 2027-ലോ ആയിരിക്കും അവൈലബിൾ ആകുക എന്ന് പറയപ്പെടുന്നു. ഈ 2026-ൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ ഐപാഡ് മിനിനെ ഇത് റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. കാരണം 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് ഈ ഒരു സ്ക്രീൻ സൈസിലായിരിക്കും ആപ്പിളിൻ്റെ ഫോൾഡബിൾ ഫോൺ വരാനുള്ള സാധ്യത. സോ ആ ഒരു റേഞ്ചിൽ പിന്നെ ഒരു ടാബ്ലറ്റ് അവിടെ വെച്ചിട്ട് കാര്യമില്ല. സോ ഐപാഡ് മിനി എടുത്ത് കളഞ്ഞിട്ട് ഈ ഫോൾഡബിൾ ഫോണുകൾ അവിടെ റീപ്ലേസ് ചെയ്യും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരും എന്ന് റൂമറുകൾ പറയുന്നു. എന്തായാലും 2 വർഷത്തോളം സമയം ഇനിയുണ്ട്. ഓക്കെ, എന്തായാലും അവർ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ആ ഒരു ഡിസൈനിലോ എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും 2 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വരും ആപ്പിളിൻ്റെ ഫോൾഡബിൾ ഫോണുകൾ കിട്ടാനായിട്ട്. അതേപോലെ iOS-ന്റെ അടുത്ത പതിപ്പിൽ, അതായത് iOS 18-ൽ ജനറേറ്റീവ് AI ഫീച്ചേഴ്സ് ആയിരിക്കും ഒരുപാട് ഉണ്ടായിരിക്കുക എന്നുള്ളത് അവരുടെ ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
സോ വരുന്ന ഇവൻറ്റിൽ, അതായത് WWDCയിൽ അവരുടെ ആ സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യുന്ന ഒരു ഇവൻ്റാണ് WWDC. ആപ്പിളിൻ്റെ മാത്രമാണ്. സോ അവർ ആ ഇവൻറ്റിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ പുറത്ത് വരുമെന്നുള്ളതാണ് അറിയുന്നത്. സാംസങ് ഓൾറെഡി ഗാലക്സി AI എന്ന് പറഞ്ഞിട്ട് തള്ളി മറിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അടുത്ത ഊഴം ആപ്പിളിൻ്റെയാണ്. 2024 iOS 18 ഇത് തന്നെയായിരിക്കും. സോ ഇനി AI ആണ്, വേറെ ഒന്നുമില്ലല്ലോ, മൊത്തത്തിൽ AI മയായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 Gen 4ൻ്റെയും Dimensity 9400 എന്ന് പറയുന്ന 2 ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുകളുടെ ബെഞ്ച് മാർക്ക് സ്കോറുകൾ പുറത്ത് വന്നിട്ടുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള പെർഫോമൻസിൽ ബൂസ്റ്റ് വന്നിട്ടുണ്ട്. എനിവേ ഇതെന്തായാലും 2024, അതായത് ഈ ഒരു വർഷം അവസാനത്തിലായിരിക്കും ഈ ചിപ്സെറ്റ് വെച്ചുകൊണ്ടുള്ള ഫോണുകൾ വരാനായിട്ടുള്ള സാധ്യത വരുന്നത്. എന്തായാലും കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് അടുത്ത ജനറേഷൻ ഫോണുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. OnePlusന്റെ ഫോൾഡബിൾ ഫോണായ OnePlus Openന് Android 14 ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വാറണ്ടിയിലുള്ള ഡിവൈസുകളായിരിക്കും. സോ ഡിസ്പ്ലേ അടിച്ചു പോയാലും OnePlus അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് മാറ്റി തരും, അല്ലെങ്കിൽ അത് അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുണ്ടെങ്കിൽ അവർ തരും. സോ OnePlus യൂസേഴ്സിന് ധൈര്യമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇനി ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. CMF by Nothing അവരുടെ കയ്യിൽ നിന്ന് 2 പ്രൊഡക്റ്റുകൾ വരാനായിട്ട് പോകുന്നുണ്ട്. നെക്ക് ബാൻഡ് പ്രോയും അതേപോലെ തന്നെ അവരുടെ ബഡ്സും ആണ് വരാനായിട്ട് പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ഇന്ത്യയിൽ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. ബാക്കി വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം. ഫ്ലിപ്കാർട്ട് സെയിം ഡേ ഡെലിവറി, അതായത് 1 day ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. കേരളത്തിലില്ല. ഞാൻ കൊച്ചി ഉണ്ടാകും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരം, കൊച്ചി ഇത് രണ്ടിലേതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നുമില്ല. ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള കുറച്ച് വലിയ സിറ്റികളാണ് കൊടുത്തിട്ടുള്ളത്. സോ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.